ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻ.ഡി.എ കൊടുങ്കാറ്റിൽ കടപുഴകിയത് വോട്ടർമാരെ സംബന്ധിച്ച പരമ്പരാഗത ചിന്താഗതി. മുസ്ലിം വോട്ടർമാർ തങ്ങൾക്കേ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ള ആർ.ജെ.ഡി. കോൺഗ്രസ് വിശ്വാസമാണ് തകർന്നത്. പല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും എൻ.ഡി.എക്ക് മുൻതൂക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. 2 മണ്ഡലങ്ങൾ ലഭിച്ചത് ബി.ജെ.പിക്കാണ്. കുറഞ്ഞത് 16 മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെങ്കിലും എൻ.ഡി.എക്ക് മേൽക്കൈ ലഭിച്ചു. ഇത്തരം മേഖലകളിലെ 8 സീറ്റുകൾ അധികമായി നിതീഷ് കുമാറിൻ്റെ ജെ.ഡി.യുവിനാണ് ലഭിച്ചത്. ചിരാഗ് പാസ്വാന്റെ ലോക് ജനതാ ശക്ത പാർട്ടിക്കും ഇത്തരം മേഖലകളിൽ 6 സീറ്റ് കിട്ടി. ഈ മേഖലകളെല്ലാം ആർ.ജെ.ഡി. നേതൃത്വത്തിലെ മഹാഗഡ്ബന്ധൻ ശക്തി കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു. തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിട്ടും മുസ്ലിം മേഖലകളിലെ 7 സീറ്റുകളാണ് മഹാസഖ്യത്തിന് നഷ്ടമായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഈ മേഖലകളിൽ ലഭിച്ച 4 സീറ്റുകളും എൻ.ഡി.എ പിടിച്ചെടുക്കുക തന്നെയായിരുന്നു. ബീഹാറിൽ 17.7% മുസ്ലിങ്ങളാണ് ഉള്ളത്. 2015-ൽ 80% മുസ്ലിങ്ങളും മഹാസഖ്യത്തിനാണ് വോട്ട് ചെയ്തത്. 2020-ൽ ഇത് 77%. ഇക്കുറി അതിൽ വലിയ മാറ്റം വന്നു. സീമാഞ്ചലിലെ 24 സീറ്റുകളിൽ മിക്കവയും എൻ.ഡി.എക്ക് തന്നെയാണ്. 44% മുസ്ലിങ്ങളുള്ള കത്തിയാഹാറിൽ ഇക്കുറി ജയിച്ചത് ബി.ജെ.പിയുടെ തർക്കിഷോർ പ്രസാദാണ്. 38% മുസ്ലിം വോട്ടർമാരുള്ള പൂർണിയയിൽ ബി.ജെ.പിയുടെ വിജയകുമാർ ഖോഖ ജയിച്ചത് 33,000 വോട്ടുകൾക്കാണ്. പിന്നാക്കക്കാർ, കുർമി, കുഷ്വാഹ, ദളിതരായ മൂഷാഹർ വംശം എന്നിവയെല്ലാം എൻ.ഡി.എക്ക് ഒപ്പം ഉറച്ചു നിന്നു എന്നുള്ളതാണ് സൂചന. സ്ത്രീകൾക്കും പാവപ്പെട്ടവർക്കും പുറമെ കൃഷിക്കാർക്കും യുവജനതയും എൻ.ഡി.എ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. പട്ടികജാതി വർഗ്ഗ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മാസം 2,000 രൂപ, 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ, പ്രധാനമന്ത്രി ബീമാ യോജന എന്നീ പ്രഖ്യാപനങ്ങളും വലിയ ചലനങ്ങളുണ്ടാക്കി. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടികളും നേടിയ അവസാന ചിത്രം പുറത്തു വന്നതോടെ 89 സീറ്റുകൾ നേടിയ ബി.ജെ.പിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. ആകെ മത്സരിച്ച 101 സീറ്റുകളിൽ 89-ലും ബി.ജെ.പി വിജയിച്ചു. രണ്ടാമതാണ് നിതീഷ് കുമാറിൻ്റെ ജനതാദൾ. ആകെ മത്സരിച്ച 1001 സീറ്റുകളിൽ 85 സീറ്റുകളാണ് ജെ.ഡി.യു നേടിയത്. ലാലു പ്രസാദ് യാദവിൻ്റെ ആർ.ജെ.ഡി. ആകെ മത്സരിച്ച 143 സീറ്റുകളിൽ ആകെ 25 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് ആർ.ജെ.ഡി. ഏറ്റുവാങ്ങിയത്. ആർ.ജെ.ഡി., കോൺഗ്രസ്, വി.ഐ.പി പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ മുന്നണി ആകെ 243 സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും 50 സീറ്റുകളിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല. വെറും 34 സീറ്റുകളിൽ മാത്രമാണ് ഇവർ വിജയിച്ചത്. കോൺഗ്രസ് ആണ് ആകെ ഇല്ലാതായത്. ആകെ മത്സരിച്ച 61 സീറ്റുകളിൽ ആകെ വിജയിച്ചത് 6 സീറ്റുകളിൽ മാത്രമാണ്. അതേസമയം മുൻ മന്ത്രിയായി അന്തരിച്ച രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന എൽ.ജെ.പി ആകെ മത്സരിച്ച 29 സീറ്റുകളിൽ 19 സീറ്റുകളിലും വിജയിച്ചു. 2002-ൽ ലാലു പ്രസാദ് യാദവിനൊപ്പം നടന്ന ചിരാഗ് ഇക്കുറി വീണ്ടും എൻ.ഡി.എയിലേക്ക് തിരിച്ചു വരിക തന്നെയായിരുന്നു.